പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അശ്വമേധത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൊടുങ്ങല്ലൂരിലെ വളരെ പ്രശസ്തമായ സീഷോർ ഹോട്ടലിലെ ഓഡിറ്റോറിയത്തിൽ ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയ അറിവിന്റെ ഈ സങ്കേതത്തിലാണ് നമ്മളിപ്പോൾ. ഈ വൈജ്ഞാനിക യാത്ര ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഈ രാത്രിയിൽ ആദ്യം മത്സരിക്കാനെത്തുന്നത് കീർത്തനയാണ്. വരൂ കീർത്തന. ഇരിക്കുമോളെ. ശരി, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 7ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? AMUPS പാപ്പനവട്ടം. പൂർവ്വ വിദ്യാർത്ഥിയൊന്നുമല്ലല്ലോ? അല്ല. ശരി, ഒരു കവിത വലിയ മോളെ കേക്കട്ടെ. മുരുകൻ കാട്ടാക്കടയുടെ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുവഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും നേരിനു വേണ്ടി നിതാന്തം ഒരാദർശ വേരിനു വെള്ളവും വളവുമായൂറിയോൻ. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവന് വേണ്ടിയല്ലാതെ അപരനു വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും കഴിയുന്നത് ഒരു വലിയ കാര്യമാണ്. അവനവന് വേണ്ടി ചെയ്യുന്ന കാര്യം അപരനും സുഖത്തിനു വേണ്ടി വരണം എന്ന് ചിന്തിക്കുന്നതും വലിയ കാര്യമാണ്. അതാരാ പറഞ്ഞേ? ശ്രീനാരായണ ഗുരു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരത സുഖത്തിനായി വരണം. മിടുക്കിയാണല്ലോ മോള്. കീർത്തന കുട്ടി, തുടങ്ങിയാലോ? ഇഷ്ടായി കേട്ടോ എനിക്ക് മോളെ. ശരി, ആദ്യത്തെ 10 ചോദ്യങ്ങളിലേക്ക് ഈ മിടുക്കി കുട്ടിയോടൊപ്പം യാഗം. മോള് വിചാരിച്ചത് ഒരു പുരുഷനെയാ? അല്ല. ഇന്ത്യൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സംഗതി മിടുക്കിന്ന് പറഞ്ഞേ ഉള്ളു. അപ്പൊ എല്ലാം അല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? സാധാരണഗതിയിലാ മരിച്ചത്? രക്തസാക്ഷിയൊന്നും അല്ല. 1950 ശേഷം മരണം? 1980 ശേഷം മരണം? 50നും 80നും ഇടയിലാണ് മരിച്ചത്. യൂറോപ്പാണ് അല്ലേ? ഇറ്റലി, സ്വീഡൻ, സ്പെയിൻ? ഇറ്റാലിയൻ? യജ്ഞം? സാഹിത്യം? രാഷ്ട്രീയം, കല? റിലീജിയസ്, മതപരം, ആത്മീയം? 1950നും 80നും മധ്യേ മരിച്ചു. നമ്മൾ വിചാരിച്ചയാള് സോഷ്യൽ സർവീസ് ആയിരുന്നു, ഒരു തരത്തിൽ സാമൂഹ്യ സേവനമായിരുന്നു. എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ പുതുതായി? അവർ ആരംഭിച്ചത് അവരുടെ പേരിൽ തന്നെ ഈ ലോകം മുഴുവൻ പ്രശസ്തമായോ? പേരിന്റെ 2 ഭാഗങ്ങളും ഒരേ അക്ഷരത്തിലാണോ ആരംഭിക്കുന്നത്? അവരുടെയും തെത്സുഓക്ക കുറയോനാഗിയുടെയും സംഭാവനകളാണ്
നമ്മൾ ഇന്ന് ഈ ലോകത്ത് കാണുന്ന വ്യത്യസ്തമായ പെഡഗോഗി സമ്പ്രദായങ്ങൾക്ക് കാരണമായത് എന്ന് പറയാമോ? തെത്സുഓക കുറയോനാഗി എന്ന് പറയുന്നത് ഒരു ജപ്പാൻ റൈറ്ററാണ്. തെത്സുഓക കുറയോനാഗിയുടെ ടോട്ടോ ചാൻ വായിച്ചിട്ടുണ്ട്. അതിലെ കൊബയാഷി മാഷുണ്ട്. കൊബയാഷി മാഷിന്റെ തീവണ്ടി മോഡൽ വിദ്യാഭ്യാസം. അതുപോലെ തന്നെ പെഡഗോഗി സമ്പ്രദായത്തിന് അധ്യയന രീതികൾക്ക് ഒരു വലിയ മാതൃകയായിരുന്നു മോള് വിചാരിച്ച അകീർത്തന വിചാരിച്ച ആളിൻ്റെതും എന്നാണ് ചോദ്യം. മാരിയ മോണ്ടിസോറിയാണോ മനസ്സിൽ? നല്ല സെലക്ഷൻ. മരിയ മോണ്ടിസോറി കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പരിഷ്കൃതമായ രീതിയും ശൈലിയും സമന്വയിപ്പിച്ച് ഒരു പുതിയ വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ച ഇറ്റാലിയൻ വനിതാ വിമോചന പ്രവർത്തകയും തത്വചിന്തകയും ഡോക്ടറുമായിരുന്നു മരിയ മോണ്ടിസോറി. ഇച്ചിരി മായ്ക്കരുത് കേട്ടോ. അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് ഖലീഫ അബൂബക്കറിന്റെ പേരാണ്. എന്താ മോനെ അദ്ദേഹത്തിന് അബൂബക്കർ സിദ്ദീഖ് എന്ന് പേര് വരാൻ കാര്യം? കാരണം ഇസ്ലാമിലേക്ക് നേരത്തെ മതം സ്വീകരിച്ച കാരണം അബൂബക്കർ സിദ്ദീഖ് നേരത്തെ എത്തിയവൻ എന്ന പേര് ലഭിച്ചു. സിദ്ദീഖ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തോ? സിദ്ദീഖ് വിശ്വസ്തൻ എന്നാണോ? സംശയം കൂടാതെ വിശ്വസിക്കുന്നവൻ എന്നാണ് സിദ്ദീഖിയുടെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ചോദ്യം ചെയ്യാതെ സംശയങ്ങളില്ലാതെ പൂർണ്ണമായി അത് ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അബൂബക്കറിന് അബൂബക്കർ സിദ്ദീഖി എന്ന പേര് കൊടുത്തെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ശരിയാണോ? ഉറപ്പ് തന്നെയല്ലേ? ശരി. അപ്പോ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണമെന്നില്ല, പകരം പ്രവാചകൻ പറയുന്നത് വിശ്വസിക്കണം, വേദഗ്രന്ഥം പറയുന്നത് വിശ്വസിക്കണം. ഇപ്പൊ ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു തരുമോ? ശ്രമിക്കുക. ആരെയാ വിചാരിച്ചേ? എനിക്ക് എളുപ്പമായിരുന്നു. അല്ല, ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിച്ചാൽ നീ പറഞ്ഞു തരുമെന്ന്. ആരെയാ വിചാരിച്ചേ? പാട്ട് പാടോടാ? ഇല്ല ഇല്ല. അതെന്താ വലിയ തെറ്റാ? ഞാനാ ടൈപ്പ് അല്ലെന്നാ പറയുന്നത്. അവൻ വേൾഡ് കപ്പിൽ ആരാ നിന്റെ ടീം? ബ്രസീൽ. ശരി, തുടങ്ങാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖല യാഗം. ഇന്ത്യൻ? യെസ്. മലയാളി? അതെ. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? അല്ല. ഇല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല. അബൂബക്കർ സിദ്ദീഖി ആധ്യാത്മികം? അദ്ദേഹത്തിന്റെ പ്രശസ്തി ആത്മീയ രംഗവുമായി ബന്ധപ്പെട്ട്? അല്ല. ശാസ്ത്രം? സ്പോർട്സ്? അല്ല. ഉദ്യോഗം, ബിസിനസ്? അതെ. ഉദ്യോഗം? അല്ല. പത്ത് ചോദ്യങ്ങൾ യജ്ഞം. കണ്ടാൽ 50 പറയില്ല? കണ്ടാൽ 50 പറയില്ല? ഇല്ല, പറയില്ല. ആയിരക്കണക്കിന് പ്രവാസി മലയാളികൾ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടോ ഇന്ത്യക്ക് പുറത്ത്? ഉണ്ട്. അതെ, ഉണ്ട്. തീർത്തും
സാധാരണമായ, അതീവ സാധാരണമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സ്വന്തം ഇച്ഛാശക്തിയുടെയും വിജയിക്കുവാനുള്ള ആത്മാർത്ഥമായ ഇച്ഛാശക്തിയുടെയും ശരി വഴികളുടെയും പിൻബലത്തിൽ വിജയത്തിൻ്റെ യാത്ര, മുള്ളും മുരടും നിറഞ്ഞ യാത്ര താണ്ടി വിജയം കൈവരിച്ച ഒരു മനുഷ്യനാണോ? അതെ. താങ്കൾ വിചാരിച്ച വ്യക്തി ഫിലമെറ്റോളജി എന്ന ശാസ്ത്ര ശാഖ പഠിപ്പിക്കുന്ന വിഷയത്തിന് വിധേയനാകുമോ? അറിയില്ല. ഒരു കടുത്ത ചോദ്യം. ഉടൻ വിധേയനാകുമോ? വിധേയനാകുമോ? യെസ്. അങ്ങനെ ഫിലമെറ്റോളജി അറിയില്ല. ആരെങ്കിലും ഒരു നിമിഷം ഒരു കാര്യം ചെയ്യും. ഒരു നിമിഷം. ഫിലമെറ്റോളജി എന്ന് പറഞ്ഞാൽ, ഈ പാലിയന്റോളജി എന്ന് പറഞ്ഞാൽ ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ്. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ നരവംശാസ്ത്രമാണ്. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തെക്കുറിച്ച്. ഓഫ്താൽമോളജിയോ കണ്ണിനെക്കുറിച്ചും. നെഫ്രോളജി വൃക്കയെക്കുറിച്ചും. ഫിലമെറ്റോളജി എന്നത് ചുംബനത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഇനി താങ്കൾ വിചാരിച്ച വ്യക്തി ഫിലമെറ്റോളജിക്ക് വിധേയനായോ? താങ്കൾ വിചാരിച്ചത് പ്രിയങ്കരനായ ശ്രീ സീഷോർ മുഹമ്മദ് അലിയാണ്. മുഹമ്മദ് അലി ഖത്തറിൽ 1989 സ്ഥാപിതമായ സീഷോർ ഗ്രൂപ്പിന്റെ ഉടമയാണ് മുഹമ്മദ് അലി. ഖത്തറിലും ഇന്ത്യയിലുമായി നിരവധി വ്യവസായ സംരംഭങ്ങളുടെ ഉടമയായ ഇദ്ദേഹം കേരളത്തിലെ തൃശൂർ സ്വദേശിയാണ്. പിന്നെ നീ വിചാരിച്ചിട്ടതും കാര്യമില്ല, മൂപ്പര് നിന്റെ കാര്യം ഒന്ന് വിചാരിക്കണം കാര്യമായിട്ട്. നീ ഇവിടെ എത്തി. പിന്നെ ശരി, താങ്ക് യു. വരൂ. ഇരിക്കും. ഏത് ക്ലാസ്സിലാണ് അസ്മി പഠിക്കുന്നേ? 9th. ഏത് സ്കൂളില്? സുരക്ഷയിലൊക്കെ ഉണ്ടോ? ശരി. കഴിഞ്ഞ ദിവസം പ്രസംഗം ബോറടിച്ചോ? ഇല്ല. തുടങ്ങിയാലോ? കലാപരിപാടി വല്ലതും ഉണ്ടോ? കവിത പാടും. കേക്കട്ടെ. ശബ്ദം കുറച്ച് റഫാണ്. ശബ്ദം എന്താ? നമ്മളെ അലറി വിളിക്കുക. നമ്മളെ ആകപ്പാടെ 4 പേരല്ലേ ഉള്ളല്ലേ? ഏത് കവിതയാ പാടുന്നേ? ഗാന്ധാരി. ചൊല്ലു. കുരുക്ഷേത്രമുണരുന്നു വീണ്ടും, കബന്ധങ്ങൾ ഉറ്റവർക്കായി കിടക്കുന്നു. കൊന്നും ചത്തുമി അഭിനവ ക്ഷത്രിയ, കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ. ഇന്നു കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ. നമ്മള് പരസ്പരം കൊല്ലുകയാണല്ലേ? പല കാര്യങ്ങളുടെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, അല്ലേ? ആദർശങ്ങളുടെ പേരിൽ. ആദർശദീപ്തിയിൽ പാറിക്കളിക്കുവാൻ ആണുങ്ങൾ നിർമ്മിച്ചോരോ പതാകയും നാറും ശവങ്ങൾ തൻ തുണ്ടങ്ങൾ കെട്ടുവാൻ ഭീരുവിൻ കൈകളിൽ കൂറയായി തീരവേ. കൊല്ലായിക മക്കളെ തങ്ങളിൽ കൊല്ലായിക മക്കളെ എന്ന് കവി വിലപിച്ചതും അതുകൊണ്ടാണ്. തുടങ്ങാം. സങ്കടം വരുന്നുണ്ടോ? ഇല്ല. ത്യാഗം. ഇന്ത്യൻ അല്ല. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലും? അതെ. അല്ല. അതെ. അതെ. ഏഷ്യൻ? അല്ല. യൂറോപ്പ്? അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല. 1950 ശേഷം മരണം? അല്ല. 1900 ശേഷം മരണം? അല്ല. 1500 ശേഷം മരണം? അതെ. 10 ചോദ്യങ്ങൾ യജ്ഞം. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി? യെസ്. ബ്രിട്ടീഷ്? അതെ.
ശാസ്ത്രം. അതെ. 1500-നും 1900-നും മധ്യത്തിൽ എന്നാണ് പറഞ്ഞത്. അതെ. 1800-ന് ശേഷം മരണം. അതെ. 1800-ന് ശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 19th സെഞ്ചുറിയാണ്. ഡെത്ത് ഓൺ 19th സെഞ്ചുറിയാണ്. അതെ. 19-ാം നൂറ്റാണ്ടിൽ മരിച്ച അല്ല. അല്ല, 1900-അല്ല. 1800-ന് ശേഷമാണ്. എന്താണ്? അതെ. അപ്പൊ 19-ാം നൂറ്റാണ്ടിലാണ് മരിച്ചത്. അതെ. അതാണ് മോളെ 1800-ന് ശേഷം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടാണ്. നേരത്തെ ആ കാഴ്ച അതില് കൺഫ്യൂഷൻ വന്നിട്ടല്ലേ എനിക്കൊരു അബദ്ധം പറ്റിയത്. അപ്പൊ എനിക്കല്ല, നിനക്കും പറ്റും അബദ്ധം അതില്. ഇപ്പൊ ന്യൂട്ടന്റെ കാലമൊന്നും അല്ല, അതിനൊക്കെ ശേഷമാണ്. ശാസ്ത്രമാണെന്നല്ലേ പറഞ്ഞേ? അതെ. 19-ാം നൂറ്റാണ്ടിന്റെ ഫസ്റ്റ് ഹാഫിൽ മരിച്ച ബ്രിട്ടീഷ് സയന്റിസ്റ്റ്. അതെ. ഫിസിക്സ് കെമിസ്ട്രിയാണ്. അതെ. കെമിസ്ട്രിയാണ്. അതെ. ആറ്റമിക് കെമിസ്ട്രി അല്ല. ആറ്റമിക് കെമിസ്ട്രിയാണ്. പേരിന്റെ ഏതെങ്കിലും ഭാഗം ജയിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. ജോൺ ഡാൾട്ടൺ ഒന്നും അല്ല. അപ്പോ അല്ല. രാജസൂയം. പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന കണ്ടുപിടുത്തങ്ങളൊക്കെ 18-ാം നൂറ്റാണ്ടിലായിരിക്കണം. 1700-കളിലായിരിക്കണം പ്രധാനപ്പെട്ട സംഭാവനകൾ ഉണ്ടായത്. അല്ലേ? അല്ലേ? അതെ. മൂലകങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. മിനറോളജിയിൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം വളരെ വലിയ സഹായമായി മാറിയോ? മിനറോളജി, ഖനനശാസ്ത്രത്തിൽ ഖനിത്തൊഴിലാളികൾക്ക് അദ്ദേഹം ദൈവമായി മാറിയോ? അതെ. ഖനിത്തൊഴിലാളികളുടെ ദൈവം ഖനികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സേഫ്റ്റി ലാമ്പ് കണ്ടുപിടിച്ച മനുഷ്യനാണ്. ആണ്. അതെ. അദ്ദേഹത്തെ രാജ്ഞി പരമോന്നത പുരസ്കാരമായ നൈറ്റ്ഹുഡ് നൽകി ആദരിച്ചോ? അതെ, ആദരിച്ചു. സർഷിപ്പ് കിട്ടിയോ എന്നാണ് ചോദ്യം. കിട്ടി. കിട്ടി. കൈനറ്റിക് എലിമെന്റ്സ് ആയ സോഡിയവും പൊട്ടാഷ്യവും കാൽഷ്യവും അടക്കമുള്ളവയുടെ അടിസ്ഥാന ഗുണങ്ങൾ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണോ അദ്ദേഹം? അതെ. സർ ഹംഫ്രി ഡേവി ആണോ മനസ്സിൽ? അതെ. ഡാൾട്ടൺസ് തിയറി ഓഫ് പാർഷ്യൽ പ്രഷേഴ്സിലേക്കാണ് ആദ്യം മനസ്സ് പോയത്. നീ 9ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അതുകൊണ്ടാണ് ആ ജെയിംസ് ഡാൾട്ടനെ ഒക്കെ മനസ്സിൽ വിചാരിച്ചത്. പഠിക്കാനുണ്ടല്ലേ ഡാൾട്ടനെ? അല്ലേ? ഹംഫ്രി ഡേവി സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ വേർതിരിക്കുകയും ക്ലോറിനും അയോഡിനും മൂലകങ്ങളാണെന്ന് നിർണ്ണയിക്കുകയും ഖനി തൊഴിലാളികൾക്ക് പ്രയോജനകരമായ സുരക്ഷാ വിളക്കുകൾ കണ്ടുപിടിക്കുകയും ചെയ്തതിലൂടെ പ്രശസ്തി നേടിയ ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി. ഓൾ ദി ബെസ്റ്റ്. കാണാം. ജിബിൻ വരൂ. ഏത് ക്ലാസ്സിലാ? 7. 7. ഏത് സ്കൂളിലാണ്? അലക്സ. അലക്സ. അക്സ എന്നല്ലേ എഴുതിയിരിക്കുന്നത്? അലക്സ. മനസ്സിലായില്ല. അൽ അക്സ. അൽ അക്സ. പക്ഷേ ഈ എന്റെ കാഴ്ചയുടെ പ്രശ്നം എന്താ ബാഡ്ജിൽ എഴുതിയിരിക്കുന്നത്? ഓ, അല്ലിപ്പുറത്തുണ്ട്. അൽ അക്സ പബ്ലിക് സ്കൂൾ. ഓക്കെ ഓക്കെ. തുടങ്ങാം. ഇവന്റെ മുഖത്തൊരു കള്ളത്തരം, രണ്ടും കൽപ്പിച്ച ഒരു ലുക്കുണ്ട് അല്ലേ മോളെ? അവള് മോളെ എന്താ പേര് മോളെ? അവള് പറഞ്ഞ ഇവരാള് പുലിയാന്ന് പറഞ്ഞു. ശരി, give him a big hand. യാഗം. ഇന്ത്യൻ. 1. 2. 3. 4. 5. 6. 7. 8. 9. 10. 11. 12. 13. 14. 15. 16. 17. 18. 19. 20. 21. 22. 23. 24. 25. 26. 27. 28. 29. 30. 31. 32. 33. 34. 35. 36. 37. 38. 39. 40. 41. 42. 43. 44. 45. 46. 47. 48. 49. 50. 51. 52. 53. 54. 55. 56. 57. 58. 59. 60. 61. 62. 63. 64. 65. 66. 67. 68. 69. 70. 71. 72. 73. 74. 75. 76. 77. 78. 79. 80. 81. 82. 83. 84. 85. 86. 87. 88. 89. 90. 91. 92. 93. 94. 95. 96. 97. 98. 99. 100. 101. 102. 103. 104. 105. 106. 107. 108. 109. 110. 111. 112. 113. 114. 115. 116. 117. 118. 1
മലയാളി നോ അല്ല. പുരുഷൻ യെസ് ജീവിച്ചിരിപ്പുണ്ടോ? നോ 1950 ശേഷം വരണം. നോ അല്ല. 1900 ശേഷം വരണം. നോ അല്ല. നോ അല്ല എന്നാണ് പറഞ്ഞത്. നോ സൗത്ത് ഇന്ത്യൻ. നോ നീ ഒന്ന് യെസ് പറയടേ. എല്ലാം നോ 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 എന്ന് പറഞ്ഞാൽ 1800 ശേഷം വരണം. യെസ് ആണ്. അല്ല, ഇതാണ് വെരട്ടിയാലേ കേൾക്കുള്ളൂ പിള്ളേരെ. എന്ത് പറഞ്ഞാല് 1800 ശേഷം മരിച്ചു. ഇന്ത്യക്കാരനാണ്. സൗത്ത് ഇന്ത്യൻ അല്ല. നോർമൽ ഡെത്ത് ആണെന്ന് പറഞ്ഞോ? യെസ് നോർമൽ ഡെത്ത് ആണോ? യെസ് ഓ. രാഷ്ട്രീയം, കലാസാഹിത്യം? നോ അല്ല. യജ്ഞം? 1850 ശേഷം വരുന്നു. എത്ര? 1850. യെസ് That means an Indian died on the later half of 19th century. യെസ് Not politics, arts, literature and science. സാമൂഹ്യ പ്രവർത്തനം? യെസ് ബംഗാളി? നോ എൻവയൺമെന്റലിസം ആയിരുന്നോ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തനം? എൻവയൺമെന്റലിസം, പരിസ്ഥിതി പ്രവർത്തനം? നോ നോ അല്ല. നോ ഓക്കെ ഓക്കെ ഓക്കെ. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുമായി ബന്ധം? നോ ഇല്ല. കാസ്റ്റിസം റിലേറ്റഡ്? യെസ് ബംഗാളി അല്ല. പക്ഷേ നോ 16 ചോദ്യങ്ങൾ രാജസൂയ. ആയിരത്തി 1890 ശേഷമാണോ മരണം? 1890. Death after 1890? യെസ് Oh, that means very close to 1900. വൈഫ് ഫേമസ് ആയിരുന്നു? നോ യെസ്. വൈഫ് സാവിത്രി ദേവിയാണോ? യെസ് ആണോ? യെസ് ആണ്. വൈഫ് ഫേമസ് ആണോന്ന് വെച്ചപ്പോ യെസ് പോയ ദിവസങ്ങളിൽ വയനാട് വെച്ച് മധു എന്ന ചെറുപ്പക്കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ നിഖിൽ വിചാരിച്ച, നിഖിൽ എന്നല്ലേ പേര് പറഞ്ഞേ? ജിബിൻ ജിബിൻ. ജിബിൻ വിചാരിച്ച വ്യക്തിയുടെ പേര് ഒരുപാട് തവണ ചർച്ചയ്ക്ക് വിധേയമാക്കിയോ? അറിയില്ല. ആദിവാസി എന്ന വാക്ക് കോയിൻ ചെയ്തതിൽ താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് പങ്കുണ്ടോ? യെസ് യെസ് താങ്കൾ വിചാരിച്ച വ്യക്തി മഹാത്മാ എന്ന വിശേഷണം നേടിയിട്ടുണ്ടോ? യെസ് മഹാത്മാ ജ്യോതിറാവു ഫുലെ, ജ്യോതിബ ഫുലെയാണോ മനസ്സിൽ? യെസ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രശസ്തയാണെന്ന് ചോദിച്ചപ്പോ എന്താ അല്ലെന്ന് പറഞ്ഞു? അയ്യോ, സാവിത്രി ഫുലെ വളരെ പ്രശസ്തയാണ് കേട്ടോ. ശരി. ജ്യോതിബ ഗോവിന്ദറാവു ഫൂലെ സാമൂഹിക പരിഷ്കർത്താവ്, ചിന്തകൻ, സന്നദ്ധ പ്രവർത്തകൻ, എഴുത്തുകാരൻ, പണ്ഡിതൻ എന്നീ ബഹുമുഖ രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന 19ാം നൂറ്റാണ്ടിലെ ഒരു വിപ്ലവകാരിയായിരുന്നു ജ്യോതിബ ഗോവിന്ദറാവു ഫൂലെ. 1873 സെപ്റ്റംബറിൽ ജ്യോതിറാവു അദ്ദേഹത്തിന്റെ അനുയായികളുമൊത്ത് സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചു. 1890 നവംബർ 28 അന്ത്യം. ശരി ജിബിൻ. ആദിൽ വരൂ. ഏത് ക്ലാസ്സിലാ? 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്. തുടങ്ങാം. യെസ്. റെഡിയാണ് കളിക്കാൻ? ആ. ആരാ പഠിപ്പിച്ചു തന്നത് പേര്? നിനക്ക് ഈ പേര്, ഒരു പേര് മനസ്സിലില്ലേ? അതാര് പഠിപ്പിച്ചു തന്നതാ? അച്ഛനാണോ, ടീച്ചറാണോ, സാറാണോ? അച്ഛൻ. അച്ഛനാണ്. ശരി.
AMUPSലെ മിടുക്കനായ ആദിൽ. Give him a big hand. ഇന്ത്യൻ, Yes. മലയാളി, Yes. പുരുഷൻ, No. ജീവിച്ചിരിപ്പുണ്ടോടാ? Yes. 50 വയസ്സായോ? No. 50 വയസ്സായില്ല. No. സ്പോർട്സാ? No. പുരുഷനല്ല എന്നല്ലേ പറഞ്ഞേ അല്ലേ? രാഷ്ട്രീയം, കല, സാഹിത്യം? Yes. സാഹിത്യം. Yes. ചെറുകഥാ നോവൽ? Yes. ഭർത്താവിന്റെ പേര് MS ദിലീപ് എന്നാണോ? Yes. ആണോ? Yes. നിനക്കറിയായിരുന്നോ? MS ദിലീപ് എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ടാ. അവന്റെ ഭാര്യ വിചാരിച്ചേ? Yes. ആണോ? ഞാൻ മോനെ നിന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നതാ ഞാൻ. അതുകൊണ്ട് ഞാൻ ആവശ്യമില്ലാതെ ചോദിച്ചാ ഭർത്താവിന്റെ പേര് MS ദിലീപ് ആണോ എന്ന്. കേർമീരയാണ് വിചാരിച്ചത്. Yes. അതും ആലോചിച്ച് എന്ത് ചോദിച്ചാലും അല്ല, അവന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു, എന്ത് ചോദിച്ചാലും നീ ആലോചിച്ചേ മറുപടി പറയാവോ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് അവൻ. യെസ്, ശരി. KR മീര മലയാളത്തിലെ ഒരു എഴുത്തുകാരിയും സ്വതന്ത്ര പത്രപ്രവർത്തകയുമാണ് KR മീര. ആവേ മറിയ എന്ന ചെറുകഥയ്ക്ക് 2009 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും, ആരാച്ചർ എന്ന നോവലിന് 2013 ഓടക്കുഴൽ പുരസ്കാരവും 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നിങ്ങത് പേടിയുണ്ടോ? പേടിയുണ്ടോ? ചെറുതായിട്ട്. ചെറുതായിട്ട്. ശരി, ഓക്കേടാ മോനെ. കൈരളിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എങ്ങകന്നാലും ഇങ്ങണയണമെന്ന് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഒന്നാണ് വീട്. സഞ്ചാരികൾക്ക് ഒരു ഹോട്ടൽ ഹോം അവേ ഫ്രം ഹോം ആകണം എന്ന് പറയാറുണ്ട്. കൊടുങ്ങല്ലൂരെ സീഷോർ എന്ന ഈ സ്ഥാപനം അക്ഷരാർത്ഥത്തിൽ എ ഹോം അവേ ഫ്രം ഹോം ആണ്. ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം, ഇവിടെ വന്നു പോകുന്നവർക്കെല്ലാം, ഇവിടം ആസ്വദിക്കുന്നവർക്കെല്ലാം, ഇവിടം അനുഭവിക്കുന്നവർക്കെല്ലാം. സീഷോറിന്റെ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ ആസ്വദിച്ച അശ്വമേധം അടുത്ത വൈജ്ഞാനിക മേഖല തേടിയുള്ള സഞ്ചാരം ആരംഭിക്കുന്നതിന് മുൻപ് അതിന്റെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുന്നു. ഓരോ നല്ല പൂന്തോട്ടത്തിനും ഒടുവിലൊരു പൂക്കുലയുണ്ടാകും. ഓരോ നല്ല ഋതുവിനും ഒടുവിൽ ശക്തമായ ഒരു ഏകാഗ്രത ഉണ്ടാകും. ഓരോ വലിയ മത്സരത്തിനും ഒടുവിൽ ആവേശഭരിതമായ ഒരു ക്ലൈമാക്സ് ഉണ്ടാകും. സീഷോറിൽ അശ്വമേധം അതിന്റെ പരിസമാപ്തിയിൽ 3 at a time എന്ന ഗെയിം സെഗ്മെന്റിൽ എത്തി നിൽക്കുന്നു. ഒരേ സമയം 3 പേരോട് അശ്വമേധത്തിൽ ഏർപ്പെടുകയാണ് ഇക്കുറി ഞാൻ ചെയ്യുന്നത്. ഒരാളിന്റെ മനസ്സിലുള്ളത് കണ്ടുപിടിച്ചാൽ തന്നെ ഞാൻ സന്തുഷ്ടനായി. 2 പേരുടേത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ പരമസന്തോഷം. പക്ഷെ 3 പേരുടേത് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കും. So, I am ready to break my brain into 3 and my dear friends, are you ready? And are you ready? Louder please. Yes. യാഗം, 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 നിങ്ങളുടെ കരഘോഷങ്ങളോടെ യാഗം. പുരുഷൻ? No. No. ഇതൊരു സന്തോഷം. ജീവിച്ചിരിപ്പുണ്ടോ? No. Yes. No. നോ 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 യെസ് നോ അല്ലേ? ഇന്ത്യൻ? No. No. Yes. ഏഷ്യൻ? No. Yes. മലയാളി? Yes. യൂറോപ്യൻ? Yes. സാർക്ക് രാജ്യങ്ങളിലൊന്ന്? ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ? No.
രാഷ്ട്രീയം, കലാ, സാഹിത്യം. No. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി. No. എന്താണ്? യെസ്. Yes. തെറ്റിക്കരുത് മോളെ, ആ ത്രെഡ് അങ്ങ് പോകും ആലോചനയുടെ. ബ്രിട്ടൻ, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി ആണോ? Yes. ആണ്. മോളോടുള്ള ഈ സ്റ്റൈൻഡിലേ വരുമ്പോ ആ ലിങ്ക് പോവേയല്ലേ. മോളോടുള്ള ചോദ്യം ഏഷ്യൻ ആണെന്നാണ് പറഞ്ഞത്, സാർക്ക് രാജ്യങ്ങളല്ല എന്ന് പറഞ്ഞു അല്ലേ? 1950 ശേഷമാണോ മരിച്ചത്? No. അതിനു മുമ്പ് മരിച്ചു. മരിച്ചില്ല എങ്കിൽ എസ് എന്നാ മോളെ പറയേണ്ടത്. മരിച്ചില്ലെങ്കിൽ 50 ശേഷമല്ലേ മരിക്കേണ്ടത് Yes. അല്ലേ? മോളോടുള്ള ചോദ്യം രാഷ്ട്രീയം, കലാ, സാഹിത്യം അല്ല എന്നല്ലേ പറഞ്ഞു. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം. Yes. 8ാമത്തെ ചോദ്യം ബ്രിട്ടീഷ്. No. 50 വയസ്സിന് മുകളിൽ പ്രായം. Yes. 1950 ശേഷം മരണം. Yes. Yes. യെസ്, മരിച്ചു 50 ശേഷം, ഉറപ്പാണ്. മോളോടുള്ള 9ാമത്തെ ചോദ്യം രാഷ്ട്രീയം. No. ചോദിക്കട്ടോ. രാഷ്ട്രീയം, കല, സാഹിത്യം, സാമൂഹ്യ പ്രവർത്തനം. No. അല്ല അല്ല. പത്താമത്തെ ചോദ്യം നിന്നോട്. സാധാരണഗതിയിലാണോ മരണം? No. മോളോടുള്ള ചോദ്യം ഏഷ്യനാണ് അല്ലേ? തീർച്ചയാണ്. 50 വയസ്സായില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞോ? ഇല്ല. ഇല്ല. 50 വയസ്സായോ? ആയി. Yes. യെസ്സോർണോ പറയും, തലയാട്ടിയാ പോരാ. Yes. ടെൻഷനാ. അപ്പൊ എനിക്ക് എത്ര ടെൻഷൻ വേണം ഒരേ സമയം 3 പേരോട് കളിക്കുമ്പോ? മോളോടുള്ള 9ാമത്തെ ചോദ്യം രാഷ്ട്രീയം, കലാ, സാഹിത്യം. Yes. ചൈന, ജപ്പാൻ, കൊറിയ, തായ്ലൻഡ്, മംഗോളിയ, കംബോഡിയ, ഫിലിപ്പൈൻസ്. ഇതിലൊന്നാണോ രാജ്യം? No. 10ാമത്തെ ചോദ്യം ഗൾഫ് രാജ്യങ്ങൾ. No. എന്നോടുള്ള 8ാമത്തെ ചോദ്യം അല്ലേ? സാധാരണഗതിയിലാണ് മരിച്ചത് അല്ലേ? 1980 ശേഷം മരണം. 80 ശേഷം മരണം. അതെ. അതെ. മതപരമാത്മീയം അല്ല. പുരുഷനല്ല, അത് തീർച്ചയാണ്. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരായിരുന്നു? ഇല്ല. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. യജ്ഞം യജ്ഞം യജ്ഞം. മോളോടുള്ള മരിച്ചപ്പോ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നോ മരണത്തിൽ പങ്കാളിയാകാൻ? Yes. മോളോടുള്ള ചോദ്യം അല്ലേ? ഇസ്രായേൽ, പാലസ്റ്റീൻ, ഇന്തോനേഷ്യ, മലേഷ്യ, ഇതിലൊന്നാണോ രാജ്യം? അല്ല. പുസ്തകം എഴുതിയിട്ടുണ്ടോ? ആത്മകഥാ സ്വഭാവമുള്ള പുസ്തകം എഴുതിയിട്ടുണ്ടോ? ഇല്ല. തീർച്ചയാണോ? അതെ. ഫ്രീഡം ഫ്രം ഫിയർ എന്നോ മറ്റോ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഉറപ്പാണോ? അതോ പരിശോധിക്കണോ അവര്? വേണ്ട. വേണ്ട, അത്ര ഉറപ്പാണ്. അക്ഷരാഭ്യാസം ഇല്ല. പുസ്തകം എഴുതിയിട്ടുണ്ട്? ഉണ്ട്. അവരുടെ വീട് ഇപ്പോൾ
ഒരു പ്രധാന കാരണം കൊണ്ട് തന്നെ ഒരുപാട് പേർ സന്ദർശിക്കുന്ന ഒരു സന്ദർശക ഇടമായി മാറിയിട്ടുണ്ടോ? ഉണ്ട്. പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു ജൂറി. അവരെഴുതിയ പുസ്തകത്തിന്റെ പേര് ഫ്രീഡം ഫ്രം ഫിയർ എന്ന് തന്നെയാണോ? അറിയില്ല. അപ്പൊ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ മോളെ എങ്ങനെയാ മോളെ ഉറപ്പെന്ന് പറയുന്നത്? മാതൃഭാഷ മലയാളമായിരുന്നു. അതെ. ആയിരുന്നു. തെക്കൻ കേരളം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. അല്ല. മലബാർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. അതെ. എന്റെ ചോദ്യം, മാതൃഭാഷ നിങ്ങൾ വിചാരിച്ച വ്യക്തി സംസാരിച്ചിരുന്ന അവരുടെ മദർ ടങ് മലയാളമായിരുന്നു? അതെ. അതെ. അതെ സർ. മോള് വിചാരിച്ച ആളിനോടൊപ്പം മരിച്ച ആളിന്റെ വീട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബ വേരുകൾ നൈൽ നദീ തീരത്തുള്ള ഈജിപ്റ്റ് എന്ന രാജ്യത്തിലായിരുന്നു. നോ. അല്ല. അല്ല. ആദ്യത്തെ പാർട്ടിസിപ്പന്റ് വിചാരിച്ച ആളിനോടൊപ്പം മറ്റൊരാൾ കൂടി മരിച്ചു എന്ന് പറഞ്ഞത് ശരിയാണോ? എന്താ? ആദ്യത്തെ പാർട്ടിസിപ്പന്റ് മോള് വിചാരിച്ച ആളിനോടൊപ്പം മറ്റൊരാൾ കൂടി മരിച്ചു എന്നല്ലേ പറഞ്ഞ മോള്? ഇല്ല, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ചോദിച്ചുകൊണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞില്ലേ? അങ്ങനെ ഇൻസിഡന്റ് ഇല്ല. സാധാരണഗതിയിൽ അല്ല മരണം എന്ന് പറഞ്ഞത് ശരിയാണോ? മോളെ നീ തെറ്റിക്കാതെ. ശരി, പോട്ടെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതൊന്നും ഒരുമായിട്ടൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. അതൊക്കെ ശരി തന്നെയാണ്. സാമൂഹ്യ പ്രവർത്തനവും ഇല്ല. ഒരു തരത്തിലുമുള്ള സാമൂഹ്യ പ്രവർത്തനം ഇല്ല. 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 സ്പോർട്സ്, ശാസ്ത്രം, ഉദ്യോഗം, ബിസിനസ്, യെസ്. ഇതിലൊന്നാണോ പ്രധാനം? യെസ്. ആണ്. ഈ പുരുഷനല്ല എന്ന് പറഞ്ഞത് ശരിയാണോ? 13 കഴിഞ്ഞു അല്ലേ? 14 ആയി. 14 ആയെങ്കിലും 2-3 ചോദ്യം നീ എന്നെ തെറ്റിച്ച് പറഞ്ഞതാ. പോട്ടെ, എന്നാലും 14 തന്നെ കൂട്ടാം. സയൻസ് ആണോ മോളെ? യെസ്. സർ, എന്റെ ചോദ്യം ഇംഗ്ലണ്ട് എന്നാണ് അവൾ പറഞ്ഞത്. ബ്രിട്ടൻ എന്ന് പറഞ്ഞു. മോള് വിചാരിച്ച ആൾ ജനിച്ചത് അല്ല, ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി എന്ന് ഞാൻ ചോദിച്ചപ്പോ അതേ എന്ന് പറഞ്ഞു. ആണോ? ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി. ആണ്. പോളണ്ടിലൊന്നും ജനിച്ച ആളല്ല. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി എന്ന് പറയുന്നത് പോളണ്ട് ജനിച്ച ആളായോ? മോൾ വിചാരിച്ച ആളുടെ പേരിന്റെ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുന്നത്, പേരിന്റെ രണ്ടാമത്തെ ഭാഗം സ്വർദോവ്സ്ക എന്നാണോ? മോള് വിചാരിച്ച ആൾ, മോള് വിചാരിച്ച ആളിന്റെ കാക്കയുമായോ, കോഴിയുമായോ, പ്രാവുമായോ, ഒട്ടകപ്പക്ഷിയുമായോ, യമുവുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലല്ലേ, അവളോട് ചോദിച്ചത്. അവളൊന്നും ഇല്ലാന്ന് പറഞ്ഞെങ്കിൽ ഇല്ല, അത്ര തന്നെ അല്ലേ? ശരി മോളെ, എന്നെ നോക്കണ്ട, മുമ്പിലോട്ട് നോക്കിയാ മതി. റെഡി? മോള് വിചാരിച്ച ആളെ കുറെ കാലം വീട്ടിൽ പൂട്ടിയിടപ്പെട്ടോ? മോള് വിചാരിച്ച ആളുടെ
മരുമോന്റെ നീ വിചാരിച്ച ആളിന്റെ മോളുടെ കെട്ടിയവന്റെ പേര് ഫ്രെഡറിക് എന്നായിരുന്നു. അറിയില്ല. അറിയില്ല. ആയിരുന്നോ? അറിയില്ല. അറിയേണ്ടത് അറിയണം, എനിക്കറിയണം. ഒരാളുടെ വിചാരിക്കുമ്പോ അയാളെ മരുമോന്റെ പേരറിയണ്ടേ അല്ലേ? മോള് വിചാരിച്ച ആളുടെ മോളുടെ പേര് ആയിരുന്നെന്നായിരുന്നോ? യെസ്. അങ്കി അവളുടെ കെട്ടിയവന്റെ പേര് ഫ്രെഡറിക് എന്ന് തന്നെയാണ്. കാരണം മോള് വിചാരിച്ച ആള് പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സയിൽ നിന്നും 10-36 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് പാരീസിൽ പഠിക്കാൻ വന്നപ്പോ ഊർജതന്ത്രാധ്യാപകൻ കൂടിയായ ഗുരുവിനെ കല്യാണം കഴിക്കുകയും ആ വിവാഹത്തിൽ ഐറിൻ എന്ന മകൾ ഉണ്ടാവുകയും ചെയ്തു. ഐറിന്റെ ഭർത്താവിന്റെ പേര് ഫ്രെഡറിക് എന്നാണ്. 4 പേർക്കും കിട്ടി നൊബേൽ പ്രൈസ്. നമ്മള് വിചാരിച്ച ആള് ജനിച്ചത് പോളണ്ടിലാ കേട്ടോ. അവരുടെ പേര് മേരി സ്ലോദോവ്സ്ക ക്യൂറി എന്നാണ്. ശരിയാണോ? ആണോ? മേരി ക്യൂറി അർബുദ രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ നിർണായകമായ റേഡിയോ ആക്റ്റീവ് മൂലകമായ റേഡിയം കണ്ടുപിടിച്ച പോളിഷ് ശാസ്ത്രജ്ഞയാണ് മേരി ക്യൂറി. നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ വനിതയായിരുന്നു ക്യൂറി. ഭൗതിക ശാസ്ത്രത്തിലും രസതന്ത്രത്തിലും നൊബേൽ സമ്മാനം ലഭിച്ച ഒരേയൊരാളുമാണ് ഇവർ. ഭയത്തിൽ നിന്നുള്ള മോചനം എന്നൊക്കെ വായിക്കണം കേട്ടോ. നിർഭയത്വമായി ജീവിതത്തിന്റെ മുഖമുദ്ര കണ്ട് ദീർഘകാലം സ്വന്തം വീടിന്റെ തടവറയിൽ അടയ്ക്കപ്പെട്ട സ്ത്രീയുടെ വീട് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മ്യാൻമാറിൽ സന്ദർശിക്കുന്ന സന്ദർശന ഇടം കൂടിയാണ്. ധീരതയുടെ ആൾരൂപം കൂടിയാണ് ആങ് സാങ് സൂചി. ആങ് സാങ് സൂചി ആണോ മനസ്സിൽ? ഓങ് സാൻ സൂചി ലോകമെമ്പാടും മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനുമായി നടക്കുന്ന പോരാട്ടങ്ങളിലെ ജ്വലിക്കുന്ന പ്രതീകമാണ് ഓങ് സാൻ സൂചി. ജനാധിപത്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ 1989 ജൂലൈ 20 മുതൽ വിവിധ കാലയളവുകളിലായി 15 വർഷം വീട്ടുതലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. 1999 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ഇവിടെയാണ് പ്രശ്നം. വെള്ളം വേണോ? എങ്ങനെയാ ധൈര്യമായിട്ട് വെള്ളം കുടിക്കുന്നേ? വെള്ളം എങ്ങനെ ധൈര്യമായിട്ട് കുടിക്കും? കുടിക്കാൻ കൊണ്ടുവരുന്ന വെള്ളത്തിൽ വിഷമുണ്ടെങ്കിലും വെള്ളത്തിൽ വിഷമുണ്ടാകും. മണ്ണിനടിയിൽ രാസവിഷങ്ങൾ കടന്നു കയറിയുന്ന രാസവിഷങ്ങൾ കുത്തക കമ്പനികൾക്ക് വളക്കൂറുണ്ടാകും. കുത്തക കമ്പനികൾക്ക് വളക്കൂറുണ്ടാകുമ്പോ 3 ലോകരാഷ്ട്രങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യർ അതിന്റെ ദൂരവ്യാപകമായ ഫലം ഏറ്റുപിടിക്കേണ്ടി വരും. അവിടെയെല്ലാം ജനങ്ങളുടെ പ്രതിരോധം ഉണ്ടാകും. ആവേശനിർഭരമായ സമരങ്ങൾ ഉണ്ടാകും. ആ സമരങ്ങൾക്ക് നിർണായകത്വം വഹിക്കുവാൻ, സമൂഹത്തിനു വേണ്ടി ജീവിക്കാൻ മനുഷ്യരുണ്ടാകും. കേരളീയരുണ്ടാകും. ലോകത്തിൽ പലയിടങ്ങളിൽ. ക്യൂബയിലുണ്ടാകും ക്യൂബാക്കാർ. മാതൃഭാഷ മലയാളമാണോ എന്ന് ഞാൻ ചോദിച്ചത്. അവർ സംസാരിച്ചിരുന്നത് വങ്കക്കടലിൽ ഈ അരുണാഹക്കൊണ്ട അന്ത തങ്ക തമിഴ് മൊഴിയില. മൈലമ്മയാണോ മനസ്സിൽ? മൈലമ്മ പാലക്കാട് പെരുമാട്ടി പഞ്ചായത്തിലെ പ്ലാച്ചിമടയിൽ ജലം സംരക്ഷിക്കുന്നതിനു വേണ്ടി കൊക്കക്കോള കമ്പനിക്കെതിരെ സമരം നയിച്ച ആദിവാസി സ്ത്രീയായിരുന്നു മൈലമ്മ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നീണ്ട സമരമാണ് പ്ലാച്ചിമട സമരം. ലുക്കൌട്ട് മാഗസിൻ ഏർപ്പെടുത്തിയ സ്പീക്ക് ഔട്ട് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2007 ജനുവരി 6 തന്റെ 69-ാം വയസ്സിൽ അവർ അന്തരിച്ചു. താങ്ക് യു ശ്രീ ഷോർ. താങ്ക് യു. ഗുഡ് ബൈ.